ഇതാണ് MLA സ്ഥാനം ഒഴിയണ്ടേ സുജയ? ഒഴിയണമല്ലോ. ഒഴിയാനുള്ള ഒരു ധാർമ്മികതയൊക്കെ ഉള്ള ഒരാളാണോ ഇപ്പുറത്ത് നിൽക്കുന്നത് എന്നതുകൂടി പാർട്ടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം MLA ആയി ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ പ്രാഥമിക അംഗത്വം ഉള്ള രാഹുൽ മാങ്കൂട്ടത്തിനോട് നിങ്ങൾ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറഞ്ഞ എത്ര നേതാക്കളുണ്ട്? ഇത്രയും സമയമുണ്ടായിരുന്നല്ലോ. ഓഗസ്റ്റ് 20-നാണ് ആദ്യമായി ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് വിശദമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്, പൊതുമധ്യത്തിലേക്ക് വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഡിസംബർ 4 വരെ എന്താണ് ആർജവത്തോടെ കോൺഗ്രസ് എന്ന പാർട്ടി എടുത്ത ശക്തമായ നിലപാട്? MLA സ്ഥാനം ഒഴിയാൻ അന്ന് പറയാതിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക. പക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വരില്ല എന്നുള്ളത് അന്ന് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിനായിട്ടുള്ള ഒരു നീക്കവും ഉണ്ടാകില്ല. അതിനു മുൻപ് തന്നെ ഒഴിവ് വന്ന ഇടങ്ങളിൽ പോലും ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു എന്നതും പാർട്ടിക്കറിയാം. പക്ഷേ അന്നും ഉപതെരഞ്ഞെടുപ്പ് വന്നേക്കും എന്ന് പറഞ്ഞുകൊണ്ട് MLA സ്ഥാനം ഒഴിയേണ്ട എന്ന് തീരുമാനിച്ച പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ വലിയ രീതിയിലൊന്നും ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങളെ കണ്ടില്ലേ, ഞങ്ങളാണ് മികച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയ്ക്ക് ഊറ്റം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസ് എന്താണ് എന്നുള്ളത് കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തിൽ. ഇന്നിപ്പോൾ ഗത്യന്തരമില്ലാത്ത ഒരു നടപടി, അത് ഗത്യന്തരമില്ലാതെ എടുക്കേണ്ടി വന്ന ഒരു നടപടി, അത് മാത്രമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന തീരുമാനം എന്താണ് എന്നതൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്തവരൊന്നുമല്ല. എത്ര നിയമവിദഗ്ധരുള്ള പാർട്ടിയാണെന്നേ കോൺഗ്രസിൽ LLB ഹോൾഡേഴ്സ് ആയിട്ടുള്ള എത്ര പേർ അതിന്റെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുകയാണ്. എന്നിട്ടും അവർക്ക് ഈ നിയമവശങ്ങളെക്കുറിച്ച്, ഈ പരാതിയുടെ ഗുരുതര സ്വഭാവത്തെക്കുറിച്ച്, ഭാരതീയ BNS ചുമത്തി ഇട്ടിരിക്കുന്ന വകുപ്പുകളെക്കുറിച്ച് അറിവില്ലാത്തവരൊന്നും അല്ലല്ലോ. കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയോ, ആർക്കാ നിയമം അറിയാത്തത്? നിയമം അറിയാവുന്ന ആളുകൾ ഇരുന്നിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ 4 മിനിറ്റിനുള്ളിൽ തീരുമാനമെടുത്തുന്നു. ആരോടാണ് ഈ പറയുന്നത്? ആരെയാണ് പറ്റിക്കുന്നത്? MLA സ്ഥാനം ഒഴിയാനൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനോട് ആവശ്യപ്പെടാൻ അന്ന് ധൈര്യമുള്ള ആരും ഉണ്ടായിരുന്നില്ല. ആ ധൈര്യം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇപ്പോൾ ഒടുവിൽ ഒട്ടും പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ ഞങ്ങൾ ഇതാ പുറത്താക്കിയിരിക്കുന്നു, CPM എന്താ പുറത്താക്കാത്തത്, നിങ്ങൾ ചെയ്തില്ലല്ലോ എന്നും പറഞ്ഞ് അവിടെയും CPIM ആകാനാണോ കോൺഗ്രസ് ശ്രമിക്കേണ്ടത്? CPIM-ന്റെയും കോൺഗ്രസിന്റെയും ഐഡിയോളജി ഒന്നാണ് എന്നാണോ പറഞ്ഞു വെക്കാൻ നോക്കുന്നത്? അതായത് CPIM ചെയ്താലേ ഞങ്ങൾ ചെയ്യും. അങ്ങനെയാണ് പിന്നെ രണ്ട് പാർട്ടി എന്തിനാ ഒന്നിച്ചങ്ങ് പ്രവർത്തിച്ചുകൂടെ? ഒന്നുകിൽ നിങ്ങൾ പോയി CPIM-ലോ അല്ലെങ്കിൽ LDF-ന്റെ ഘടകകക്ഷിയായിട്ടോ കോൺഗ്രസ് പോവുക. എന്തായാലും രാജ്യം മുഴുവൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ ആയിരിക്കും എന്തായാലും നല്ലത്. ഇവിടെ നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മറ്റേതെങ്കിലും ഒരു കേസുമായോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ മറ്റേതെങ്കിലും കേസിൽ ഉൾപ്പെട്ട വ്യക്തിയുമായോ താരതമ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ആദ്യം മുതൽ തന്നെയുള്ള എൻ്റെ നിലപാടാണ്. കാരണം ഇയാളെന്ന് പറയുന്നത് കേരളീയ പൊതുസമൂഹത്തിൽ ഒരു ജനപ്രതിനിധിയായി ഒരു ജനതയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയുള്ള ആളല്ല. അതുകൊണ്ട് അത് M മുകേഷിന്റെ കേസുമായോ അല്ലെങ്കിൽ വിൻസെന്റിന്റെ കേസുമായോ അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസുമായോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ജിമ്മി ജെയിംസ് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും കേസുമായോ താരതമ്യപ്പെടുത്തേണ്ട ഒന്നല്ല. കാരണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ക്രൈമിന് ഈ വകുപ്പുകൾ നമുക്കൊരു പക്ഷേ മറ്റു കേസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ബലാത്സംഗം അടക്കമുള്ള വകുപ്പുകൾ ഒരുപോലെ ആയിരിക്കാം. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് ഇപ്പോൾ നമ്മൾ ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ നടക്കുന്നതിനും അപ്പുറം ഒരു ലഘു വിചാരണ എന്ന് പറയാവുന്ന രീതിയിൽ തെളിവുകൾ രണ്ട് ഭാഗത്തു നിന്നും വരികയും ആ മെറിറ്റിലേക്ക് കടന്നതിന് ശേഷം എടുത്ത ഒരു തീരുമാനമാണ്. മെറിറ്റ് വിശദമായി തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഉത്തരവിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നെഹ്റുവിയൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗപ്രവേശം ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ താഴെ തട്ട് മുതൽ കൃത്യമായി കയറി വന്ന ഒരു MLA ആയ 36 വയസ്സാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ പ്രായം. ആ 36 വയസ്സ് വരെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എടുത്തു നോക്കൂ. അതിൽ കിട്ടിയിരിക്കുന്ന ഒരു പുഷ് എവിടെ നിന്നാണ്? അത് കൊടുത്തിരിക്കുന്ന നേതാവ് ആരാണ്? ആ നേതാവിൻ്റെ പേര് ഷാഫി പറമ്പിൽ എന്നാണ്. ആ നേതാവിൻ്റെ പേര് VD സതീശൻ എന്നാണ്. ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടുകൂടി തന്നെയാണ് ഇങ്ങനെ ഒരു വലിയ മരമായി ഇത്രയും വലിയ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾക്ക് വളർന്ന് കയറി വരാൻ പറ്റിയത്. ക്രിമിനൽ സ്വഭാവത്തിലുള്ള പരാതികൾ ലഭിച്ചില്ല എന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട വടകര MP ഷാഫി പറമ്പിൽ പറഞ്ഞത്. അപ്പോൾ മറ്റു പരാതികൾ ലഭിച്ചിരുന്നു എന്നാണോ? ഷഹനാസിനെ അറിയില്ല എന്നെന്തായാലും പറഞ്ഞില്ല. ഷഹനാസ് പറഞ്ഞില്ല എന്നും പറഞ്ഞില്ല. അത് അവർ വീണ്ടും വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമെന്ന് ഭയന്നിട്ടായിരിക്കും. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവരെ മാറ്റുന്നു, പിന്നീട് വീണ്ടും ആഡ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇവർക്കെതിരെ ഈ പറയുന്ന ഒരു കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകും. അത് ഭയന്ന ആളുകൾ പറയാതിരിക്കുന്നതാണ്. അത് ഭയന്ന ആളുകൾ പരാതിയുമായി മുന്നോട്ട് വരാതിരിക്കുന്നതാണ്. ഇന്ന് ഈ പരാതിയിന്മേൽ, ഈ മുൻകൂർ ജാമ്യാപേക്ഷന്മേൽ ഈ മുൻകൂർ ജാമ്യം അനുവദിക്കാതെ കോടതി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ അത് ഇയാളുടെ MLA എന്ന പദവി കൂടി ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ജനങ്ങൾ കൊടുത്ത ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനപ്രതിനിധി ഇപ്പോൾ ഒരു പ്രതിയാണ്. ആ പ്രതിയാണെന്നുള്ളത് മനസ്സിലാക്കണം. വീണ്ടും നിധിയായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു കോൺഗ്രസ് ഇന്ന് വരെ. അങ്ങനെ നിധിയായി കൊണ്ടു നടന്നിരുന്ന പാർട്ടിക്ക് കൃത്യമായും ജനങ്ങളോട് ഉത്തരം പറയാനായിട്ടുള്ള ഒരു ബാധ്യതയുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് റിനി ആൻ ജോർജ് ആദ്യം കാര്യങ്ങൾ പറഞ്ഞത് എപ്പോഴാണ്? റിനിയെ സൈബർ ഇടങ്ങളിലിട്ട് കൊത്തി വലിച്ചല്ലോ. റിനി ആദ്യം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനോടാണ്. പ്രതിപക്ഷ നേതാവ് സത്യസന്ധതയോടെ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായും രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത്. പാലക്കാട് MLA ആയി വന്നതും ഈ കാര്യങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവ് അറിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇപ്പോൾ വലിയ ആർജവമുള്ള നേതാവ്
എന്ന് പറഞ്ഞ് കയ്യടി വാങ്ങുന്നുണ്ടെങ്കിൽ 3 കൊല്ലം മുമ്പ് എടുത്ത നിലപാട് എന്താണ്? ഇക്കഴിഞ്ഞ 3 കൊല്ലങ്ങളിലാണ് ഈ പ്രെഡേറ്റർ എല്ലാ രീതിയിലും വളർന്നങ്ങോട്ട് പന്തലിച്ചത്. ആ പന്തലിക്കുന്നതിന്, ആ മരം അങ്ങോട്ട് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത ആളുകൾ അപ്പോൾ ഇവരൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇനി ഞാൻ അവന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് മാറി നിന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ചെയ്തു വെച്ചത് ആരാണോ വളർത്തിയത് അവർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ കേൾക്കാതെ പോയിട്ടുള്ള, ഇപ്പോൾ നമ്മൾ കേട്ടത് 1-2 പെൺകുട്ടികളുടെ വിങ്ങി പൊട്ടിക്കൊണ്ടുള്ള ശബ്ദരേഖകളാണ്. ഇതൊന്നും പറയാതെ ഇയാളുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അതിനെ നമ്മൾ ഈ പുതുതലമുറയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കുകൊണ്ട് തന്നെ വിശേഷിപ്പിക്കണം. ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലവ് ബോംബിംഗ് ആണ്. ആ ലവ് ബോംബിംഗ് എന്താണ് എന്നുള്ളത് ഇയാളുടെ പിടിയിൽപ്പെട്ടിട്ടുള്ള പല പെൺകുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇയാളെ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന, പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളും ഒരുപക്ഷെ ഉണ്ടാകാം. അവരും പെട്ടുകിടക്കുന്നത് ഈ ലവ് ബോംബിങ്ങിലാണ്. അപ്പോൾ ആ ലവ് ബോംബിംഗ് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതായത് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ഈ പെൺകുട്ടിക്ക് ഒരു ഇന്റൻസ് ആയിട്ടുള്ള, റാപ്പിഡ് ആയിട്ടുള്ള ഒരു സ്നേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. എപ്പോഴും ആ സ്നേഹത്തിന്റെ ഒരു വലയത്തിലായിരിക്കും ആ പെൺകുട്ടി. ആ വലയത്തിൽ നിന്നുകൊണ്ട് പതുക്കെ മറ്റുള്ളവരുമായിട്ട് ഡിറ്റാച്ച്ഡ് ആക്കും. മറ്റാളുകളുമായിട്ടുള്ള ഒരു ബന്ധവും ഇല്ലാതെ വരുമ്പോഴേക്കും ഈ സിംഗിൾ പേഴ്സണിൽ മാത്രമായി ഒതുങ്ങും. ആ ഒതുങ്ങി കഴിയുമ്പോഴാണ് ഇയാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നത്. ആ ലവ് ബോംബിംഗ് ആണ് ഇവിടെ ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത്. ആ പെൺകുട്ടി അത് തിരിച്ചറിയാൻ വൈകിയത് ആണ് ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുള്ള അബദ്ധം എന്ന് പറയുന്നത്. കാരണം ഇയാൾ ഇങ്ങനെ ഇതേ രീതിയിലുള്ള ഒരു പ്രെഡേറ്റർ സ്വഭാവമുള്ള ആളാണെന്നും മറ്റാളുകളെ ഇതുപോലെ തന്നെ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതും പിന്നീട് ഒരു ഘട്ടത്തിലായിരിക്കും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലവ് ബോംബിംഗ് നടത്തുന്ന, മനഃപൂർവ്വം പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തുന്ന ഒരാളെ തിരിച്ചറിഞ്ഞിട്ടും അയാളെ ആദ്യം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ പോയത് കോൺഗ്രസ് പാർട്ടി ചെയ്ത തെറ്റാണ്. ആ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതിനിയെങ്കിലും ഏറ്റുപറയുക. ഇനിയുള്ള ആളുകളെ, ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരണം, നല്ലതാണ്. പക്ഷേ ആ ചെറുപ്പക്കാരൻ ഒരു ഹിംസയുടെ അല്ലെങ്കിൽ ഒരു ലവ് ബോംബിങ്ങിന്റെ ആളാണ്, ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന ആളാണ് എന്ന് കൃത്യമായി തെളിവടക്കം മനസ്സിലായിട്ടും പിന്നെയും ചേർത്ത് പിടിച്ചത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ തെറ്റായി തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. MLA സ്ഥാനം ഒഴിയുകയോ ഒഴിയാതിരിക്കുകയോ എന്ത് ചെയ്താലും രാഹുൽ മാങ്കൂട്ടത്തിലും അയാളെ പിന്തുണച്ച പാർട്ടിയും പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട ആളുകളും കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നഗ്നരായി നിൽക്കുകയാണ്. Meet the editors.